വീഡിയോകളുമൊക്കെ പ്രചരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലം കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ജനങ്ങളെല്ലാം, കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ് മുഖ്യമന്ത്രി. UDF അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള സോഷ്യൽ മീഡിയയിലെയും ഒക്കെ ഉള്ള ചർച്ചകൾ. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDF എന്ന സംവിധാനം രൂപപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ കാണുന്നത് VD സതീശനായുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറെ കാര്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. അവിടെ KC വേണുഗോപാലിന് എതിരെ വരുന്ന പരാമർശങ്ങളാണ് ആ കാണുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് 3 പേർക്കുമായുള്ള ഈ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇത് കോൺഗ്രസിൽ മുൻപും ചക്രത്തിപ്പോര് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഈ ജനവിധി ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി തർക്കം, അതും പരസ്യമായിട്ട്. നോക്കൂ, കേരളത്തിലെ 2 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ UDF സംവിധാനം രൂപീകരിച്ചതിന് ശേഷം 8 തവണ കോൺഗ്രസ് UDFൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന രീതി കേരളത്തിൽ അവലംബിച്ചിരുന്നു. ആ സംവിധാനം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതായത് UDFന് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്, സുതാര്യമായ രീതിയുണ്ട്, ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്.